ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തിയിരുന്നത്. നമ്മൾ പഠിച്ച കീ മാനേജറിയൽ പേഴ്സൺസിൽ വരുന്ന കുറച്ച് കീ മാനേജറുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ, ഓരോരുത്തരും തമ്മിൽ അങ്ങനെ ഡിഫറൻസിയേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമുക്ക് നോക്കാം അടുത്ത കമ്പാരിസൺ എന്ന് പറയുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ഡയറക്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. നമ്മൾ ഈ ചാപ്റ്ററിലെ തുടക്കത്തിൽ പഠിച്ച ഡയറക്ടർ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ കീ മാനേജറിയൽ പേഴ്സൺസിലോ ഒരു മാനേജറിയൽ പേഴ്സണലായിട്ട് മാനേജിംഗ് ഡയറക്ടറെ കുറിച്ച് പഠിച്ചിരുന്നു. ആ രണ്ട് ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ ആ രണ്ട് മാനേജറിയൽ പേഴ്സൺസും തമ്മിലുള്ള ഡിഫറൻസിയേഷനാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അത് നമ്മളൊരു ബേസ് വെച്ചിട്ടാണ്, അതായത് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെസ്പോൺസിബിലിറ്റി. ഒന്നാമത്തെ ബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഒരു മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയും ഒരു മാനേജിംഗ് ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റിയും എന്തെല്ലാം ഡിഫറൻസ് ആണല്ലോ നമുക്ക് നോക്കാം. ടേക്സ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഫ്രെയിമിംഗ് പോളിസീസ് ഓഫ് ദി കമ്പനി, ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇംപ്ലിമെൻറ്റിങ് ഇറ്റ്. ഒരു ഡയറക്ടറിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പോളിസീസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് ഫോർമുലേറ്റ് ചെയ്യലാണ്, അത് ഫ്രെയിം ചെയ്യലാണ് ഒരു ഡയറക്ടർ എന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. അതേസമയം മാനേജിംഗ് ഡയറക്ടർക്ക് അത്രയ്ക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. ഒരു ഡയറക്ടർ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന പോളിസി, അവർ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോളിസികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യൽ മാത്രമേ ആർക്ക് വരണുള്ളൂ, മാനേജിംഗ് ഡയറക്ടർക്ക് വരണുള്ളൂ. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡയറക്ടർക്ക് ഒരു കമ്പനിയിലത്തെ പോളിസീസ്, ഇപ്പോൾ പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യലാണ് ആളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഡയറക്ടർ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യലാണ് മാനേജിംഗ് ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഒന്നാമത്തതാണ്. Second one is role. Does not take part in day-to-day management of the company. Take part in the day-to-day management of the company. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ടർ മെയിനായിട്ട് എന്താ ചെയ്യുക, അവിടുത്തെ പ്ലാൻസും പോളിസീസും ടേംസും കണ്ടീഷൻസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യൽ മാത്രമാണ് ഡയറക്ടറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മാനേജിംഗ് ഡയറക്ടറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിലത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും ആർക്ക് വലിയ റോളില്ല, ഒരു ഡയറക്ടർക്ക് മെയിൻ റോളില്ല. ആൾക്ക് ഒരു ടോപ്പ് മാനേജർ പേഴ്സൺ എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഫോർമുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ വലിയ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ തിങ്കിങ് ഫങ്ഷൻസ് ആണ് ആർക്കുള്ളൂ, ഒരു ഡയറക്ടർക്കുള്ളൂ. അതിൻ്റെ പ്രാക്ടിക്കൽ, അതായത് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത് മാനേജിംഗ് ഡയറക്ടർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിലത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ മാനേജ്മെൻറ്റിലൊക്കെ മെയിൻ റോൾ ആർക്കാണ് വരിക, മാനേജിംഗ് ഡയറക്ടർക്കാണ് വരിക. ഡയറക്ടർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും വലിയ റോളില്ല. അതാണ് പറയുന്നത് ഡയറക്ടർ ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി, ബട്ട് ദ മാനേജിംഗ് ഡയറക്ടർ ടേക്ക് പാർട്ട് ഇൻ ദ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഓക്കെ, അതാണ് സെക്കൻഡ് ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. Then the third one is appointed by. A director is appointed by the shareholders of the company in the general meeting, whereas the managing director is appointed by the directors at the board meeting. അതായത് ഒരു ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യൽ ആരാണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഒരു കമ്പനിയിലത്തെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടിയിട്ടാണ് ഒരു കമ്പനിയിലത്തെ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടാണ് അവർ അപ്പോയിൻമെൻറ്റ് നടത്തുക. പക്ഷെ മാനേജിംഗ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൺസെൻറ്റ് എടുക്കണ്ട. നമ്മുടെ കമ്പനിയിലത്തെ ഡയറക്ടേഴ്സാണ് അവരിൽ നിന്ന് ഒരാൾ ആരായിട്ട് സെലക്ട് ചെയ്യുക, മാനേജിംഗ് ഡയറക്ടറായിട്ട് സെലക്ട് ചെയ്യുക. അതിന് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടണമെന്നില്ല, ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് അവിടെയാണ് മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു ജനറൽ മീറ്റിംഗ് കൂടണം, എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടി സംയുക്തമായിട്ട് തീരുമാനിച്ചിട്ട് വേണം ഒരു ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്. അതേസമയം മാനേജിംഗ് ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാവരുടെയും കൺസേൺ ലഭിക്കേണ്ട ആവശ്യമില്ല. ആ കമ്പനിയിലത്തെ എല്ലാ ഡയറക്ടേഴ്സും കൂടി ഒരു ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് അപ്പോഴാണ് നമ്മൾ മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. Then the fourth one is maximum number. A person can act as a director in 20 companies. A person can act as a managing director in one company.
ഒരാൾക്ക് 20 കമ്പനികളിൽ എന്തായിട്ട് വർക്ക് ചെയ്യാം, ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം. അതിലൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ആ 20-ൽ പബ്ലിക് 10-നേക്കാൾ കൂടാനായിട്ട് പാടില്ല. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. മാക്സിമം എ പേഴ്സൺ ക്യാൻ ബിക്കം എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഇൻ 20 കമ്പനീസ്. 20 കമ്പനികളിലെ ആൾക്ക് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മാനേജിങ് ഡയറക്ടറായിട്ട് ആൾക്ക് ഒരു കമ്പനിയിൽ മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കമ്പനിയുടെ എല്ലാ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ അണ്ടർടേക്കൺ ചെയ്യുന്നത് ആരാണ്? മാനേജിങ് ഡയറക്ടറാണ്. അപ്പോൾ ആ ആൾ ഫുൾ ടൈം ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ആണെങ്കിൽ ആൾ ഫുൾ ടൈം ആ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കേണ്ട ഒരാൾ 1, 2, 3 കമ്പനികളിലെ മാനേജിങ് ഡയറക്ടർ ആയാലും അയാൾക്ക് എല്ലാ കമ്പനികളിലും മറ്റേ ടൈം ഫുൾ ടൈം അവിടെ പ്രസൻറ്റ് ആവാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളൊരു മാനേജിങ് ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് ഒരു കമ്പനിയിൽ മാത്രമേ മാനേജിങ് ഡയറക്ടർ ആവാനായിട്ട് പാടുള്ളൂ. ആ ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് മാക്സിമം 20 കമ്പനികളിലെ മാനേജിങ് ഡയറക്ടർ ആവാനായിട്ട് പറ്റും. ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. കമ്പൽസറി ഫോർ ഓൾ കമ്പനീസ്, നോട്ട് കമ്പൽസറി. ഒരു കമ്പനി ആയാൽ ഡയറക്ടർ വേണമെന്ന് നിർബന്ധമാണ്. മാനേജിങ് ഡയറക്ടർ വേണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഡയറക്ടേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആരെ അപ്പോയിൻറ്റ് ചെയ്താൽ മതി? മാനേജിങ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കമ്പൽസറി ഉള്ളത് ഏതാണ്? ഡയറക്ടർ ഉണ്ടാവണമെന്ന് നിർബന്ധമാണ്, മാനേജിങ് ഡയറക്ടർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ഈസ് പീരിയഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്. not exceeding 3 years at a time, not exceeding 5 years at a time. ഒരു ഡയറക്ടർ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ആളെ നമ്മൾ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അയാൾക്ക് മാക്സിമം ആ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എത്ര വർഷമാണ്? 3 വർഷമാണ്. അതേസമയം ഒരു മാനേജിങ് ഡയറക്ടർ ആണെങ്കിൽ അയാൾക്ക് എത്ര വർഷം വർക്ക് ചെയ്യാം? 5 വർഷം ആൾക്ക് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് വേണമെങ്കിൽ റീ അപ്പോയിൻമെൻറ്റ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡയറക്ടർ ആണെങ്കിൽ 3 വർഷത്തിൽ കൂടുതലോ മാനേജിങ് ഡയറക്ടർ ആണെങ്കിൽ 5 വർഷത്തിൽ കൂടുതലോ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനിയുണ്ട് ഡിഫറൻസ്. അടുത്ത സ്ലൈഡാണ്. അപ്പോൾ ഇതിൽ പഠിച്ച കാര്യങ്ങൾ പ്രത്യേകം നോക്കുക. റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പോളിസി ഫ്രെയിമിങ്ങും മറ്റവർക്ക് ഇംപ്ലിമെൻറ്റേഷനും, റോൾ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ പ്രത്യേകിച്ച് റോളില്ല, മറ്റാൾക്ക് റോളുണ്ട്. അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ്. മാക്സിമം 20 കമ്പനി 1 കമ്പനി. കമ്പൽസറി ആണ്, കമ്പൽസറി അല്ല. പീരീഡ് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 3 ഇയേഴ്സും മറ്റേതിൽ നോട്ട് മോർ ദാൻ 5 ഇയേഴ്സാണ്. Then next base is retirement by rotation. Subject to retirement by rotation, exempted from this provision. നമ്മൾ പറഞ്ഞിട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്താണ് റിട്ടയർമെൻറ്റ് ബൈ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് അപ്ലിക്കബിൾ ആവുന്നത് ആർക്ക് മാത്രമാണ്? ഡയറക്ടേഴ്സിന് മാത്രമാണ് റിട്ടയർമെൻറ്റ് ബൈ റൊട്ടേഷൻ എന്നത് ആ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവുക. മാനേജിങ് ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, then position considered as an agent of the company, agent of the board of directors. ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതേസമയം മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ഏജൻ്റാണ്. അതായത് ഒരു കമ്പനിയിലത്തെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൂടി കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആരെ സെലക്ട് ചെയ്യുന്നത്? ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടേഴ്സ് ആക്ട് ആസ് എൻ ഏജന്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിനും ഫുൾ ടൈം നമ്മുടെ കമ്പനിയിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ആരെന്ന് പറയുന്നത്? മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജിങ് ഡയറക്ടർ ഇസ് ഏജന്റ് ഓഫ് ദി ഡയറക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എഗ്രിമെൻറ്റ്. ഡസ് നോട്ട് എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ് വിത്ത് ദ കമ്പനി റിഗാർഡിംഗ് ഹിസ് പവേഴ്സ്, ഡ്യൂട്ടീസ് എക്സെട്ര. എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് ദ കമ്പനി റിഗാർഡിംഗ് ഹിസ് പവേഴ്സ്, ഡ്യൂട്ടീസ് എക്സെട്ര. അതായത് ഒരു ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡയറക്ടർ പ്രത്യേകിച്ച് ഒരു എഗ്രിമെൻറ്റിലൊന്നും ആൾക്ക് ഇന്ന ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് പ്രത്യേകിച്ചൊരു ഡ്യൂട്ടീസ് ഒന്നും അസൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് ഒന്നും അവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ മാനേജിങ് ഡയറക്ടറാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന ഡ്യൂട്ടീസൊക്കെ പെർഫോം ചെയ്യണം, ഇതൊക്കെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് കൃത്യമായിട്ട് ഒരു എഗ്രിമെൻറ്റ് പ്രകാരം അവിടെ ഫോർമുലേറ്റ് ചെയ്യും. ഓക്കെ, കാരണം ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർ ഡയറക്റ്റ് ഒരു എക്സിക്യൂഷൻ ഓഫ് പവേഴ്സ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലൊന്നും അവർക്ക് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കണില്ല. പക്ഷെ മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്ന ആളാണ് അവിടെ ആക്ച്വലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ. അപ്പോൾ ഇയാൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യരുതെന്ന് കൃത്യമായിട്ട് ഒരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് ആളുടെ ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് ഈസ് എക്സസൈസ് ഓഫ് പവേഴ്സ് ഓൺലി കളക്റ്റീവ്ലി, individually.
ഡയറക്ടേഴ്സിനൊക്കെ പവർ എന്ന് പറയുന്നത് കളക്റ്റീവ് ആണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ വർക്ക് ചെയ്യുക, ഏത് ഡയറക്ടേഴ്സ്. പക്ഷെ മാനേജിങ് ഡയറക്ടർ അങ്ങനെയല്ല, ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറുടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയുന്ന എല്ലാ ഡ്യൂട്ടീസും എൻ്റെ സ്വന്തം റെസ്പോൺസിബിലിറ്റി, പേഴ്സണൽ റിസ്കിൽ ഞാനത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇത്രയ്ക്ക് ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ പഠിച്ച 4 എണ്ണമാണ്. റിട്ടയർമെൻറ്റ് ബൈ റൊട്ടേഷൻ ഡയറക്ടേഴ്സിന് മാത്രം അപ്ലിക്കബിൾ, മാനേജിങ് ഡയറക്ടേഴ്സിന് അപ്ലിക്കബിൾ അല്ല. അതിപ്പോൾ ഡയറക്ടർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻറ്റും മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിൻ്റെ ഏജൻറ്റുമാണ്. ഡയറക്ടേഴ്സിന് പ്രത്യേകിച്ച് ഒരു അഗ്രിമെൻ്റ് ഒന്നുമില്ല, പക്ഷേ മാനേജിങ് ഡയറക്ടേഴ്സിന് അവരുടെ ഡ്യൂട്ടീസിനും റെസ്പോൺസിബിലിറ്റീസിനും കുറിച്ച് പ്രത്യേക ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. അതുപോലെ ഡയറക്ടേഴ്സ് എല്ലായ്പ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുക. മാനേജിങ് ഡയറക്ടർ ഇൻഡിവിജ്വൽ ആയിട്ടാണ്, പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി പോലെയാണ് ആൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ 10 ഡിഫറൻസ് ആണ് ഒരു ഡയറക്ടറും മാനേജിങ് ഡയറക്ടറും തമ്മിലുള്ളത്. കൃത്യമായിട്ട് ആ ബേസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആ ബേസ് പഠിച്ചാൽ നമുക്ക് അത് പെട്ടെന്ന് ഓർത്തിരിക്കാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വയ്ക്കാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററിലത്തെ മെയിൻ ഒരു ഏരിയ കഴിഞ്ഞു. നമ്മൾ തുടക്കം തൊട്ട് പഠിച്ചിരുന്ന ഡയറക്ടേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കീ മാനേജറൽ പേഴ്സൺസ്, ഇങ്ങനെ മെയിനായിട്ട് 3 സെക്ഷൻസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. അതിൽ 2 സെക്ഷൻസ് കഴിഞ്ഞു. ഡയറക്ടറെ കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡി കഴിഞ്ഞു, കീ മാനേജറൽ പേഴ്സൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ചാപ്റ്ററിലത്തെ ലാസ്റ്റത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസും CSR ആണ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമാണ്. അപ്പോൾ അതാണ് നമുക്കിനി ഇതിൽ നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾ. ഒരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു ടേം കേട്ടിട്ടുണ്ടാകും, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞ ടേം. അതായത് നമുക്കറിയാം, ഒരു ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ആരുണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ടേഴ്സും മാനേജിങ് ഡയറക്ടേഴ്സും ഹോൾ ടൈം ഡയറക്ടേഴ്സും മാനേജേഴ്സും ഒക്കെ ഉണ്ടാവും. അവർ ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. നമുക്കറിയാം, ഇവരൊക്കെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെൻറ്റ് വ്യൂസും ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനൊക്കെ ആയിരിക്കും. ഓരോരുത്തരും അവരവരുടെ വ്യൂസ് അനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു കമ്പനീനെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കമ്പനി മൊത്തത്തിൽ ഒരു സെറ്റ് ഓഫ് സിസ്റ്റം ഫോർമുലേറ്റ് ചെയ്യും. ഇന്നൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ ഇന്നെങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് ഒരു സെറ്റ് ഓഫ് സിസ്റ്റംസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇറ്റ് ഈസ് ദ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് control. It refers to the set of system, principles and processes by which the company is governed. ഇത് ഗവേൺ ചെയ്യാനായിട്ട് പല ഇൻഡിവിജ്വൽസും ഉണ്ട്. അവർ ഏത് രീതിയിൽ ഇവരെ ഈ ഒരു കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സിസ്റ്റംസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ബൈ വിച്ച് എ കമ്പനി ഈസ് ഗവേൺഡ്. They provide guidelines as how the company can be directed or controlled such that it can fulfill its goals and objectives in a manner that add to the value of the company and is also beneficial to all the stakeholders. They provide guidelines as how the company can be directed and controlled. നമ്മുടെ ഒരു കമ്പനി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, ആ കമ്പനിയെ ഏത് രീതിയിലാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്ന, ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദേ പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ആസ് ഹൗ ദ കമ്പനി ക്യാൻ ബി ഡയറക്റ്റഡ് ഓർ കൺട്രോൾ. എങ്ങനെയാണ് എനിക്ക് എൻ്റെ കമ്പനീനെ ഡയറക്റ്റ് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള ആ ഗൈഡ് ലൈൻസ് ആണ്. സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ഫുൾഫിൽ ഇറ്റ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇൻ എ മാനർ ദാറ്റ് ആഡ്സ് ടു ദ വാല്യൂ ഓഫ് ദി കമ്പനി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഈസ് ഓൾസോ ബെനിഫിഷ്യൽ ഫോർ ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനും അത് ബെനിഫിഷ്യൽ ആവും ചെയ്യും. കാരണം കൃത്യമായിട്ടുണ്ട് എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യണം, ഏതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിനൊക്കെ കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഒരു ഡയറക്ടർ ആയാലും മാനേജിങ് ഡയറക്ടർ ആയാലും ഒരു മാനേജർ ആയാലും വർക്ക് ചെയ്യാം. അപ്പോൾ അവർക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദി ഗൈഡ് ലൈൻസ് ആസ് ഹൗ ദ കമ്പനി ക്യാൻ ബി ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾ സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ഫുൾഫിൽ ഇറ്റ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇൻ എ മാനർ ദാറ്റ് ആഡ്സ് ടു ദി വാല്യൂ ഓഫ് ദി കമ്പനി ആൻഡ് ഈസ് ഓൾസോ ബെനിഫിഷ്യൽ ഫോർ all stakeholders. It involves
regulatory mechanism and the roles and relationship between the management of the company, its board of directors, shareholders and other stakeholders, and goals for which the corporation is governed. ഇതിൽ മെയിനായിട്ട് വരുന്ന 3 സംഭവങ്ങളാണ് അതിൽ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് റെഗുലേറ്ററി മെക്കാനിസം ആൻഡ് ദി റോൾസ് ആൻഡ് ആദ്യത്തെ റെഗുലേറ്ററി മെക്കാനിസം, ഒരു റെഗുലേഷൻ, അതെങ്ങനെയാണ് എൻ്റെ കമ്പനി റെഗുലേറ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. റോൾസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി, ഇറ്റ്സ് ബോർഡ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മാനേജ്മെൻറ്റും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അതിൽ. അതുപോലെ ദ ഗോൾസ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് ഗവേൺ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഗവേൺ ചെയ്യുന്നത്, ഈ കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്തൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഈ 3 കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. റെഗുലേറ്ററി മെക്കാനിസം ഉണ്ട്, അതുപോലെ ആ കമ്പനിയിലുള്ള സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ്, board of directors, shareholders and stakeholders, and the goals for which the company is incorporated, എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 സംഭവങ്ങളും അടങ്ങുന്ന ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെഡ്യൂസിങ് ഓർ അവോയ്ഡിങ് ദ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇങ്ങനെ നമ്മൾ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് പോലെ ഒരു സെറ്റ് ഓഫ് സിസ്റ്റം ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവിടെ ഒട്ടുമിക്ക കോൺഫ്ലിക്ട്സും അല്ലെങ്കിൽ ഡിസൊപ്പീനിയൻസും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരു മാനേജർ ആയാലും മാനേജിംഗ് ഡയറക്ടർ ആയാലും എല്ലാം സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആണ്, അവർക്ക് ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് ഉണ്ട്. പക്ഷേ ഒരു കമ്പനിയിലെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് പോലെ ഒരു സെറ്റ് ഓഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റില്ല. ആ പോളിസി പ്രകാരം മാത്രമേ അവർക്ക് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെ ക്ലാഷസ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട്, കോൺഫ്ലിക്റ്റുകളും ഡിസൊപ്പീനിയനും സ്ട്രൈക്കുകളൊന്നും ഇല്ലാണ്ട് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ജനറൽ ഇൻട്രോ ആയിട്ട് പറയുന്നത്. ഒരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്പനീനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സിസ്റ്റം, പ്രിൻസിപ്പിൾസ്, റൂൾസ്, അതിന് വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനിഷനാണ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ സെറ്റ് ഓഫ് സിസ്റ്റം, പ്രോസസ്സസ് ആൻഡ് പ്രിൻസിപ്പിൾ വിച്ച് എൻഷുവർ ദാറ്റ് എ കമ്പനി ഈസ് ഗവേൺഡ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സിമ്പിൾ ഡെഫിനിഷനാണ്, എന്തായാലും പഠിച്ചു വയ്ക്കേണ്ട ഒരു ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സിസ്റ്റംസ്, പ്രോസസ്സസ് ആൻഡ് പ്രിൻസിപ്പിൾസ് which ensures that the company is governed in the best interest of the stakeholders. ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയില്ലേ? ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന എല്ലാവരെയും നമ്മൾ എന്ന് വിളിക്കും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആവാം, മാനേജ്മെൻ്റ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം, സൊസൈറ്റി ആവാം, ഗവൺമെൻറ് ആവാം, അവരെല്ലാവരും മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് വിളിക്കുന്നത്. ആ സ്റ്റേക്ക് ഹോൾഡറുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഒരു കമ്പനി നിലനിൽക്കുന്നത് എന്ന് എൻഷുവർ ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സിസ്റ്റം, പ്രോസസ്സസ് ആൻഡ് പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് corporate governance. A set of system, processes and principles which ensure that the company is governed in the best interest of all the stakeholders. എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ആ കമ്പനി വർക്ക് ചെയ്യുന്നത് എന്ന് എൻഷുവർ ചെയ്യാനായിട്ടുള്ള ആ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇറ്റ് എൻഷുവേഴ്സ് കമ്മിറ്റ്മെൻറ്റ് ടു വാല്യൂ ആൻഡ് എത്തിക്കൽ കണ്ടക്ട് ഓഫ് ദി ബിസിനസ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ വാല്യൂവിനും അതുപോലെ എത്തിക്കൽ കണ്ടക്ട് ഓഫ് ബിസിനസ്സിനും കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എൻഷുവർ അല്ലെങ്കിൽ നമുക്ക് പ്രോമിസ് കൊടുക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, ഒരു കമ്പനി ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ഫോളോ സം സോർട്ട് ഓഫ് എത്തിക്കൽ വാല്യൂസ്. നിങ്ങൾ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ളതാണ് എത്തിക്സ് എന്തൊക്കെയാണെന്നൊക്കെ. ഒരു കമ്പനി ആണെങ്കിൽ കുറച്ച് എത്തിക്കൽ വാല്യൂസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്തുണ്ടാവും? എത്തിക്കൽ വാല്യൂസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. എ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്ലൈസ്, ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്തൊക്കെയുള്ള ഉണ്ടാവുമെന്ന് വെച്ചാൽ എ വെൽ ഡിഫൈൻഡ്, എ വെൽ സ്ട്രക്ചർഡ് ആൻഡ് വെൽ കമ്മ്യൂണിക്കേറ്റഡ് സിസ്റ്റം to manage, direct and control the conduct of business of a company. പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള,
വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണെങ്കിൽ ഷുഡ് ബി പ്രോപ്പർലി ഡിഫൈൻഡ്, സ്ട്രക്ചേർഡ് ആൻഡ് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ടു മാനേജ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ. എന്തിന്? 3 കാര്യങ്ങൾക്കാണ്. മാനേജ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ദി കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് എ കമ്പനി. അതാണ് ഒന്നാമത്തേന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, optimal utilization of resources for enhancing the value of the company and effectively monitoring of executive performance and supporting the entrepreneurship spirit. നമ്മൾ അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്ന, നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്, റിസോഴ്സസ് എല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ നടത്താനായിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ട്? ഫോർ എൻഹാൻസിങ് ദ വാല്യൂ ഓഫ് ദി കമ്പനി, നമ്മുടെ കമ്പനിയുടെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാനും, ഇഫക്റ്റീവ്ലി മോണിറ്ററിങ് ദ എക്സിക്യൂട്ടീവ് പെർഫോമൻസ്, നമ്മുടെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പെർഫോമൻസ് നമുക്ക് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും, ആൻഡ് സപ്പോർട്ടിങ് ദ ഓൺട്രപ്രണർഷിപ്പ് സ്പിരിറ്റ്, നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് സ്പിരിറ്റ് സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. എങ്ങനെയാണെങ്കിൽ എ വെൽ ഡിഫൈൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ. Then ethical behavior of the company in honoring and protecting the right of the all stakeholders. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ നമ്മളവിടെ എന്തും കൂടി ഉണ്ടാവും? എത്തിക്കൽ ഗവേണൻസ് ഉണ്ടാവും. നമ്മുടെ എത്തിക്കൽ വാല്യൂസ് ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക. വിച്ച് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദി റൈറ്റ് ഓഫ് ദി ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മുടെ കമ്പനി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ആദ്യം എന്താണ്? എ വെൽ ഡിഫൈൻഡ്, സ്ട്രക്ചേർഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് സിസ്റ്റം to manage, direct and control the conduct of the business. Second one, optimum utilization of resources which enhances the value of the company, monitoring the executive performance and entrepreneurship spirit. The next one, ethical values. We can follow the proper ethical code of conduct to monitor or to honor and protect the interest of the stakeholders. Okay. അപ്പോൾ ഇത്രയൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ആദ്യത്തെ മീനിങ്ങും പഠിച്ചു വയ്ക്കുക, ഇതിലത്തെ ഡെഫിനിഷനും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ചാപ്റ്ററാണ് കഴിഞ്ഞത്. വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, ഇത്തിരി ലെങ്തിയുമാണ്. റിപ്പീറ്റ് ചെയ്തിട്ട് സാധാരണ കുറേ ചോദ്യങ്ങൾ ഈ ഇതിൽ ചോദിക്കാറുണ്ട്. മെയിനായിട്ടും പാബാക്ക് പീരീഡ്, അതുപോലെ ARR, പിന്നെ NPV, IRR. ഈ 4 മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണയും SK ആയിട്ടാണ് NPV ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രോബ്ലം പഠിക്കുമ്പോൾ NPV അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല, സിമ്പിളായിട്ടാണ് തോന്നാറ്. പക്ഷേ 2 or 3 തവണ SC ആയിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് NPV ആണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററാണ്. അതുപോലെ നമ്മുടെ പാബാക്ക് പീരീഡ് പലതവണയും ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഷോർട്ട് essay ആയിട്ട്. അതുപോലെ ARRും പലതവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. തിയറി തുടക്കത്തിൽ കുറച്ച് തിയറി മാത്രം നമുക്ക് പഠിക്കാനുള്ള, ബാക്കി എല്ലാം പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു ഏരിയാസ്, അതായത് ആ പ്രോബ്ലത്തിൻ്റെ 3-4 ഏരിയ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ഓരോ മെത്തേഡ് പഠിക്കുമ്പോഴും അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയാൽ, അതായത് ഇക്വേഷൻസ് ഒന്നും അധികം വരുന്നില്ല, പക്ഷെ നമ്മളത് ആപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. ഏതിലൊക്കെയാണ് ഇത് ഇൻഫ്ലോ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഡിപ്രീസിയേഷൻ, അതുപോലെ നോക്കേണ്ടത്. ഒരു കോമൺ പ്രൊസീജിയർ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, പിന്നെ ടാക്സ് ലെസ് ചെയ്യുക, പിന്നെ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യാം. നമ്മുടെ ARR മെത്തേഡിൽ ഒഴിച്ച് ബാക്കി എല്ലാ മെത്തേഡിലും ഇതാണ് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, ടാക്സ് ലെസ് ചെയ്യുക, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ARRൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, ടാക്സ് ലെസ് ചെയ്യുക, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യേണ്ട. അതിൽ മാത്രം ആ ഒരു പ്രത്യേകതയുള്ളൂ. ബാക്കി എല്ലാ മെത്തേഡിലും സെയിം പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. അതുപോലെ പാബാക്കിൽ മാത്രം ഡിസിഷൻ ക്രൈറ്റീരിയ എടുക്കുമ്പോൾ ഏതിനാണോ ഏറ്റവും കുറവുള്ളത് അതാണ് എടുക്കേണ്ടത്. ബാക്കി എല്ലാ മെത്തേഡിലും ഏതിനാണോ കൂടുതൽ വരുന്നത്, ഏത് 2 പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഏത് പ്രൊജക്റ്റിനാണ് കൂടുതൽ വരുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് വരിക. പാബാക്കിന് മാത്രം ഏത് പ്രൊജക്റ്റിനാണ് കുറവ് പാബാക്ക് പീരീഡ് ഉള്ളത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് വരിക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ.